വരുന്ന 16-ന് നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധേയമാക്കും എന്നുള്ള വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിമിഷപ്രിയ എന്ന് പറയുന്ന കൊല്ലങ്കോട് സ്വദേശി നഴ്സ് കൂടിയാണ്. അവർ യമനിൽ സനായിൽ 2017 മുതൽ തലാൽ അബു മഹദി എന്ന പേരുള്ള യമൻ പൗരൻ്റെ വധവുമായി ബന്ധപ്പെട്ട് ജയിലിലാണ്. ഇത് സംബന്ധമായിക്കൊണ്ടൊരു വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 ദിവസം മുമ്പെയാണ് നിമിഷപ്രിയ കഴിയുന്ന ജയിലിലേക്ക് അവരുടെ വക്കീൽ വിളിച്ച് പറയുന്നത് 16-ാം തീയതി വധശിക്ഷ നടക്കും, അതിനുള്ള അനുമതി ജയിലധികൃതർക്ക് കോടതി നൽകിയിട്ടുണ്ട് എന്നാണ് നിമിഷപ്രിയ നാട്ടിലേക്ക് വിളിച്ചറിയിച്ചിട്ടുള്ളത്. നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കുവാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരും അതുപോലെ ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള MP-മാർ അതുപോലെ തന്നെ മറ്റു പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാകുമോ, നിമിഷപ്രിയ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എന്ന് കേരള സമൂഹം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നിമിഷപ്രിയ 2012 മുതൽ ഭർത്താവിനൊപ്പം യമനിലാണ് ഉള്ളത്. ഭർത്താവ് ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്നു. നിമിഷപ്രിയ ഒരു ആശുപത്രിയിൽ നഴ്സായിട്ടും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തലാൽ അബു മഹദി എന്ന് പേരുള്ള ഒരു യമൻ പൗരനുമായിട്ട് നിമിഷപ്രിയ പരിചയത്തിലാവുകയും അതിനുശേഷം തലാലുമായി ചേർന്നുകൊണ്ട് സനായയിൽ ഒരു ആശുപത്രി, ചെറിയൊരു ക്ലിനിക്ക് തുടങ്ങുവാൻ പ്ലാൻ ചെയ്യുകയും അതിനുശേഷം നിമിഷപ്രിയയും ഭർത്താവും നാട്ടിലേക്ക് വരികയാണ് ഉണ്ടായത്. നാട്ടിലേക്ക് വരുന്നത് ആശുപത്രി തുടങ്ങുവാനുള്ള പണം സമാഹരിക്കുക എന്ന ഉദ്ദേശത്തിലായിരുന്നു. തിരിച്ചു പോകുന്നത് നിമിഷപ്രിയ ഒറ്റയ്ക്കാണ്. അതിനുശേഷം തലാൽ അബു മഹദിയുമായി കണ്ട് അവർ ഒരു ക്ലിനിക്ക് തുടങ്ങുവാനുള്ള എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നീക്കുകയും സൗദി അറേബ്യ പോലെ തന്നെ, സൗദി അറേബ്യയിൽ ജീവിക്കുന്ന ആളുകൾക്കറിയാം, അവിടെ ഒരു സ്ഥാപനം തുടങ്ങണമെങ്കിൽ സ്പോൺസറുടെ പേരിലാണ് തുടങ്ങാൻ കഴിയുക. അതുപോലെ തന്നെ യമനിലും അവിടെ ഒരു സ്ഥാപനം തുടങ്ങണമെങ്കിൽ അവിടെ ഒരു പൗരന് മാത്രമാണ് തുടങ്ങാൻ കഴിയുക. തലാൽ അബു മഹദി എന്ന യമനിയുടെ പേരിൽ സ്ഥാപനം തുടങ്ങുക എന്ന ലക്ഷ്യത്തോടെ അങ്ങനെ ഒരു സ്ഥാപനവുമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നിമിഷപ്രിയയുമായിട്ട് തലാൽ അബു മഹദി വിവാഹിതനായിരിക്കണം എന്നുള്ള ആ ഒരു കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വിവാഹം രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. തലാൽ അബു മഹദിയുടെ ഭാര്യയായിക്കൊണ്ടാണ് പിന്നീട് നിമിഷപ്രിയ അവിടെ ജീവിക്കുന്നത്. നിമിഷപ്രിയ പറയുന്നത് അത് ഈ സ്ഥാപനം തുടങ്ങുവാൻ വേണ്ടി മാത്രമുള്ള ഒരു താൽക്കാലിക ഉടമ്പടി പോലെയാണ്, യഥാർത്ഥത്തിൽ വിവാഹിതരല്ല എന്നുള്ളത് നിമിഷപ്രിയ അറിയിച്ചിട്ടുമുണ്ട്. അങ്ങനെ ക്ലിനിക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് തലാൽ അബു മഹദിയുടെ കുടുംബം അദ്ദേഹത്തെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിൽ ഒരു പരാതി നൽകുന്നത്. ആ അടിസ്ഥാനത്തിൽ പോലീസ് തലാൽ അബു മഹദിയെ അന്വേഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനിടയ്ക്ക് നിമിഷപ്രിയ അവരുടെ ക്ലിനിക്കിൽ നിന്ന് 200 കിലോമീറ്റർ അപ്പുറത്തുള്ള മറ്റൊരു ക്ലിനിക്കിൽ ജോലിക്ക് കയറുകയാണ്. അവിടെ നിന്നും രക്ഷപ്പെടുകയാണ്. ഇതിനിടയിൽ സംഭവിച്ചിട്ടുള്ളത്, തലാൽ അബു മഹദി എന്ന യമൻ പൗരൻ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളായിരുന്നു എന്നാണ് നിമിഷപ്രിയ പറയുന്നത്. ഒരു ദിവസം തലാലിന് ഡ്രഗ്സ് നൽകിയപ്പോൾ ഓവർഡോസ് ഡ്രഗ്സ് നൽകുകയും അയാൾ മരണപ്പെടുകയും ചെയ്തു. പിന്നീട് ആ ആശുപത്രിയിലെ മറ്റൊരു ജീവനക്കാരിയായ ഹനാനുമായി ചേർന്ന് ഈ തലാലിനെ പല കഷ്ണങ്ങളായി മുറിച്ച് പ്ലാസ്റ്റിക് ബാഗിലാക്കിയിട്ട്, പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് ജലസംഭരണിയിൽ ഉപേക്ഷിച്ചുകൊണ്ടാണ് നിമിഷപ്രിയ അവിടെ നിന്നും രക്ഷപ്പെടുന്നത്. അവിടെ നിന്നും രക്ഷപ്പെട്ട നിമിഷപ്രിയയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അത് ആ ഒരു ക്ലിനിക്ക് അറിയിച്ചതിനനുസരിച്ചാണ്. TV-യിലൊക്കെ നിമിഷപ്രിയയുടെ ഫോട്ടോ വരികയും പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ നിമിഷപ്രിയ പറഞ്ഞത് തന്നെ നിരന്തരമായിട്ട് ആക്രമിക്കുന്ന തലാൽ അബു മഹദിയെ മയക്കുമരുന്ന് നൽകി എന്നുള്ളത് സമ്മതിച്ചു, പക്ഷേ വധിച്ചിട്ടില്ല, കഷ്ണങ്ങളാക്കിയിട്ടില്ല എന്നാണ് അവർ ആദ്യം പറഞ്ഞത്. പിന്നീട് 2017 മുതൽ ജയിലിൽ കിടക്കുന്ന നിമിഷപ്രിയയെ 2020 സനാ കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുന്നത്. ആ വധശിക്ഷയ്ക്ക് വിധിക്കുന്നതിന് മുൻപായിക്കൊണ്ട് അവർ കുറ്റസമ്മതം നടത്തിയത് അവരെ നിരന്തരമായിക്കൊണ്ട് ഉപദ്രവിച്ചിരുന്നു, അത് കാരണം കൊണ്ടാണ് ഗത്യന്തരമില്ലാതെ വധിച്ചത് എന്നുമാണ്. എന്തൊക്കെയായാലും ഇപ്പോൾ ഒരു മലയാളി, നമ്മുടെയൊക്കെ സഹോദരി ഇന്ന് യമനിൽ മരണം കാത്ത് കിടക്കുകയാണ്. ഈ കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നത് നിമിഷപ്രിയയുടെ കാര്യം വെച്ചുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ അതുപോലെ തന്നെ
മനോരമ ന്യൂസൊക്കെ പലതരത്തിലുള്ള കഥകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടു. അതുകൊണ്ടുകൂടിയാണ് ഇത് പറയുന്നത്. ഇപ്പോൾ ഇന്ന് കണ്ട ഒരു കാര്യമാണ് നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമി തോമസ്. അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. യമൻ പൗരൻ്റെ കുടുംബം ആവശ്യപ്പെട്ടാൽ ദയാധനം നൽകും, നിമിഷപ്രിയയുടെ മോചനം സാധ്യമെന്ന് പ്രതീക്ഷ. അദ്ദേഹം ഇവിടെ നിന്ന് പറയുന്നത് നിമിഷപ്രിയയുടെ മോചനം സാധ്യമാണ് എന്നാണ്, പ്രതീക്ഷ എന്നാണ്. ഇതിനു വേണ്ടിയിട്ട് ലുലു ഗ്രൂപ്പിൻ്റെ ചെയർമാൻ MA യൂസഫ് അലി വലിയൊരു സംഖ്യ ഇവരുടെ മോചനത്തിന് വേണ്ടിയിട്ട് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനിടയ്ക്ക് കോഴിക്കോട് കോടമ്പുഴ സ്വദേശി അബ്ദുറഹീം എന്ന് പറയുന്ന ആളുടെ വധശിക്ഷ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് കേരള സമൂഹം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് 34 കോടി രൂപയോളം ഇവിടെ നിന്ന് കേരളത്തിൽ നിന്നും കേരള സമൂഹം വിദേശത്തുള്ള ആളുകളൊക്കെ സഹായിച്ചുകൊണ്ട് നൽകുകയും പിന്നീട് വധശിക്ഷയിൽ നിന്ന് ഒഴിവായ അബ്ദുറഹീം 2 ദിവസം മുമ്പ് ഒരു വാർത്തയുണ്ടായിരുന്നു. അബ്ദുറഹീമിന് 20 വർഷമാണ് വധശിക്ഷ ഒഴിവാക്കിയെങ്കിലും 20 വർഷത്തെ ഒരു ശിക്ഷയുണ്ട്. അതിൽ 19 വർഷവും അദ്ദേഹം ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട്. 1 വർഷം കഴിഞ്ഞാൽ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ പുറത്തുവിടും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ള ആ ഒരു കാര്യമാണ് ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ 2 ദിവസം കഴിഞ്ഞാൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെട്ടേക്കാവുന്ന ഈ നിമിഷപ്രിയയുടെയും മോചനം മലയാളി സമൂഹം വിചാരിച്ചാൽ തലാൽ അബു മഹദിയുടെ കുടുംബം ബ്ലഡ് മണി വാങ്ങി മോചനം നൽകുകയാണെങ്കിൽ, മാപ്പ് നൽകുകയാണെങ്കിൽ സാധ്യമാണ് എന്നുള്ളതാണ്. ഇവിടെ 2 കാര്യങ്ങളും കമ്പയർ ചെയ്യൽ തുടങ്ങിയിട്ടുണ്ട് പല കോണുകളിൽ നിന്ന്. അബ്ദുറഹീം എന്ന് പറയുന്ന ആൾക്ക് സംഭവിച്ചത് ഒരു കയ്യബദ്ധമായിരുന്നു. ആ കയ്യബദ്ധത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് അദ്ദേഹം ഒരു തെറ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ബന്ധു കൂടിയായ മറ്റൊരാൾ കൂടി ചേർന്നുകൊണ്ട് ഒരു കഥ മെനയുകയും ചില ആളുകൾ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനിടയിലാണ് അനസ് എന്ന് പറയുന്ന ആ ചെറിയ ബാലൻ മരണപ്പെട്ടത് എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അതങ്ങനെയല്ല എന്ന് തെളിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരു കയ്യബദ്ധം എന്നതിനപ്പുറമായിക്കൊണ്ട് ഒരു കൊലപാതകം എന്ന നിലക്ക് തന്നെയാണ് വിചാരണ നേരിട്ടതും വധശിക്ഷയ്ക്ക് വിധേയനാക്കാൻ സാധ്യതയുള്ള ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് കയറി വന്നതും. നിമിഷപ്രിയ എന്ന് പറയുന്ന സഹോദരിയുടെ കാര്യത്തിൽ അബദ്ധത്തിലുള്ളതല്ല, ജീവിതത്തിൽ വന്നു പോയേക്കാവുന്ന കുറേ തെറ്റുകളുണ്ടല്ലോ, അതിലൊരു തെറ്റായി തന്നെയാണ്, കരുതിക്കൂട്ടി തന്നെയാണ്. ഇനി അവർക്ക് മോചനം എന്നുള്ള ഒരു കാര്യമാണുള്ളത്. അതിന് പല കോണുകളിൽ നിന്ന് പ്രവർത്തനം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ ചില മാറ്റങ്ങളുണ്ട്. മനോരമ ചാനലും റിപ്പോർട്ടർ ചാനലും ഒക്കെ പറയുന്ന ആ ഒരു തരത്തിലുള്ള ഒരു കയ്യബദ്ധം അല്ലായിരുന്നു എങ്കിലും നിമിഷപ്രിയ ശിക്ഷിക്കപ്പെടണം എന്നല്ല ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിമിഷപ്രിയയും രക്ഷപ്പെടട്ടെ. എന്നാൽ ചില കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമായിക്കൊണ്ട് ചില രാഷ്ട്രങ്ങളിലെ നിയമങ്ങളെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരവസ്ഥ. നിമിഷപ്രിയ 2017 അറസ്റ്റ് ചെയ്യപ്പെടുകയും 2020 ശിക്ഷ വിധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ 13 വർഷത്തിലേറെയായിക്കൊണ്ട് കർണാടക ജയിലിൽ കഴിയുന്ന സക്കരിയ എന്ന് പറയുന്ന യുവാവ്, അയാളുടെ യുവത്വമെല്ലാം ജയിലിൽ കിടന്ന് ഹോമിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തി ചെയ്ത തെറ്റെന്താണ് എന്ന് ചോദിച്ചപ്പോൾ +2 വരെ മാത്രം വിദ്യാഭ്യാസമുള്ള ആ യുവാവ് ഭീകരവാദികൾക്ക്, തീവ്രവാദികൾക്ക് ചിപ്പ് നിർമ്മിച്ചു കൊടുത്തു എന്നുള്ള ആ ഒരു കുറ്റത്തിനാണ് ഇന്നും വിചാരണ കാത്തുകൊണ്ട്, അപ്പോൾ അതിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വിചാരണ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. ഇതുപോലെയുള്ള ആളുകൾ പലരും ഇന്ത്യയിലെ ജയിലുകളിൽ കിടക്കുമ്പോൾ യമനിലെയും സൗദിയിലെയും ഒക്കെ ജയിലുകളിൽ നിന്ന് നമ്മുടെ സഹോദരി സഹോദരന്മാരെ രക്ഷപ്പെടുത്തുവാൻ നമുക്ക് ഒറ്റക്കെട്ടാണ് എന്നുള്ള ആ ഒരു കാര്യം കൂടിയും ഇതോടൊപ്പം ചേർത്ത് പറയുകയാണ്. സക്കരിയെ പോലെയുള്ള ആളുകൾ. ഇനി മറ്റൊരു കാര്യമുണ്ട്. ഹോട്ടൽ മുറിയിൽ കൊണ്ടുവന്ന് കൊല ചെയ്ത് പല കഷ്ണങ്ങളാക്കി ഒരു ഓമന സൂട്ട് കേസിലാക്കിയിട്ട് പിന്നീട് അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. ഇന്ന് 25 വർഷത്തോളമായി ജാമ്യത്തിലിറങ്ങി മുങ്ങിയിട്ടുള്ള ഓമനയെ കണ്ടെത്താൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഒരു ലേഡി സുകുമാരക്കുറുപ്പ് എന്നറിയപ്പെടുന്ന ഓമനയൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ട്. അതൊന്നും ആരും ശ്രദ്ധിക്കപ്പെടുന്നില്ല, സംസാരിക്കുന്നില്ല. നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകട്ടെ എന്ന് തന്നെയാണ് ഇവിടെ പറയുവാനുള്ളത്. എന്നാൽ നിമിഷപ്രിയ അവർ ആദ്യം സമ്മതിച്ചില്ലെങ്കിൽ പോലും പിന്നീട് ഇപ്പോൾ മനോരമയിലെ ഒരു ന്യൂസിൽ കാണുന്നത് ഗത്യന്തരമില്ലാതെയാണ് മൃതദേഹം കഷ്ണങ്ങളാക്കിയത് എന്നാണ്.
കഷ്ണങ്ങളാക്കിയിട്ട് പോളിത്തീൻ കവറിലാക്കിയിട്ട് ജലസംഭരണിയിലേക്ക് വാട്ടർ ടാങ്കിലേക്ക് തള്ളിയിട്ടത് ഗത്യന്തരമില്ലാതെയാണ് എന്നൊക്കെ അവർ പറഞ്ഞു എന്നാണ്. എന്നാൽ ഈ കേസിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ അവിടെ കരുതി കൂട്ടിയൊരു കൊലപാതകം തന്നെയാണ് നടന്നിട്ടുള്ളത്. എങ്കിലും അങ്ങനെയൊക്കെ ആണെങ്കിലും നിമിഷപ്രിയ രക്ഷപ്പെടട്ടെ എന്ന് തന്നെയാണ് പറയുവാനുള്ളത്. അബ്ദുറഹീമിനും ഈ പറഞ്ഞ പോലെ മോചനം എളുപ്പമാകട്ടെ എന്നാണ് പറയാനുള്ളത്. ഈ വീഡിയോയുടെ ഉദ്ദേശം അവർ രക്ഷപ്പെടട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത്. പക്ഷേ അവരുടെ കയ്യിൽ നിന്നും സംഭവിച്ച ഒരു കൊലപാതകം തന്നെയാണത്. എങ്കിലും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റിൽ അവർ പ്രായശ്ചിത്തം ചെയ്യട്ടെ. അവർക്ക് ബ്ലഡ് മണി കൊടുക്കുവാനുള്ള ആ ഒരു സാഹചര്യം ഇവിടെയുള്ള ആളുകളുടെ സഹായത്തോടെ സാധ്യമാവട്ടെ, അവർ രക്ഷപ്പെടട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത്.